നമ്മുടെ ഫേസിലെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും അതേപോലെ തന്നെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും ഡ്രൈനസ് മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ഒക്കെ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ ചുളിവുകൾ മാറ്റാനായിട്ടും അതേപോലെ സൺ ടാൻ പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. ഈ ഒരു ഫേസ് പാക്കിന് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ കറുത്ത പാടുകൾ മാറാനായിട്ടും ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ എന്താണെങ്കിലും ഒരു 30-35 വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ സ്കിന്നിലെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയിട്ട് സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടും ഹെൽത്തി ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിന് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉലുവയാണ്. അപ്പോൾ ഇന്നത്തെ ഫേസ് പാക്ക് നമ്മൾ ഉലുവ വെച്ചിട്ടാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ഫേസിലെ ചുളിവുകൾ മാറാനായിട്ടും സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടും ഒക്കെ പറ്റുന്ന അടിപൊളി ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഉലുവ. അപ്പോൾ ഈ ഉലുവ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ഫേസിലെ സൺ ടാൻ പിഗ്മെൻറ്റേഷന്, കറുത്ത പാടുകൾ, ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി നോക്കാം. ഈ ഒരു ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉലുവയാണ്. അപ്പം ഞാനിവിടെ ഉലുവ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഉലുവ സാധാരണ നോർമലി പൊടിച്ചെടുത്താൽ മതി, അല്ലാതെ വറുത്ത് പൊടിച്ചെടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പം ഞാൻ 1 സ്പൂണോളം ഉലുവ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതേപോലത്തെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന പാലാണ്, നമ്മൾ തിളപ്പിക്കാത്ത പാലാണ് എടുത്തിരിക്കുന്നത്. ഒരു 1/4 കപ്പോളം പാൽ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. ഇത് നമ്മൾ കുറുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറേ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് നന്നായിട്ട് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. തിളച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കുറുക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് നല്ല കുറുക്കി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഭാഗമാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം വേണം അടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പം ഞാനിത് വേറൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നല്ല തിക്കായിട്ടാണ് കിട്ടുക. തണുത്താറുമ്പോഴത്തേക്കും ഒന്നും കൂടെ തിക്കായിട്ട് കിട്ടും. ഇത് ഉലുവ ആയതുകൊണ്ട് തന്നെ ഇതിനൊരു വഴുവഴുപ്പുണ്ടാകും. ഇതിലേക്ക് ഞാൻ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന അരിപ്പൊടിയാണ്. 1 സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വേണ്ട തേനാണ്. 1 സ്പൂൺ തേന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫേസ് പാക്ക്. ഈ ഒരു ഫേസ് പാക്ക് ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസിലെ ടാനൊക്കെ റിമൂവ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ടും ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പം ഞാൻ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം. ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നമുക്കൊരു ജെല്ലിൻ്റെ രൂപത്തിലാണ് ഇത് കിട്ടുക. ഒരു വഴുവഴുപ്പുണ്ടാകും നമുക്ക് ഈ ഒരു ഫേസ് പാക്കിന്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നല്ല സ്മൂത്തായിട്ട് നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ ചുളിവുകൾ മാറ്റാനായിട്ടും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ പാടുകളൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പം ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളൊരു 20 മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ്. സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം, അടിപൊളി റിസൾട്ടാണ്. സ്കിന്നിലെ ഡ്രൈനസ് ഒക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.